LDF-ൽ അസാധാരണമായൊരു പ്രതിസന്ധി വളരുകയാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലി CPI-യും CPI തർക്കം തുടരുന്നതുകൊണ്ട് സംയുക്ത നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. മുൻ മന്ത്രി K. രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കാനാണ് CPI-യുടെ തീരുമാനം. എന്നാൽ പ്രതിപക്ഷം ഉപനേതൃസ്ഥാനം എന്ന ആവശ്യം CPM അംഗീകരിച്ചിട്ടില്ല. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്തെ, ഇങ്ങനൊരു സ്ഥാനം ഇതുവരെ ഇല്ലായിരുന്നല്ലോ. ഗുഡ് മോർണിംഗ്. SKN ഔദ്യോഗികമായി പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ 2011 LDF സർക്കാർ തോറ്റ് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ VS അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവ്. അന്ന് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അന്നത്തെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ കോടിയേരി ബാലകൃഷ്ണൻ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉപനേതാവ് എന്ന സ്ഥാനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു ഔദ്യോഗികമായ സ്ഥാനമോ ഭരണഘടനാപരമായ അധികാരങ്ങളുള്ള ഒരു പദവിയോ അല്ല. എന്നാൽ LDF-ന്റെ നേതൃത്വം CPI-എമ്മിലേക്ക് മാത്രം കേന്ദ്രീകരിക്കരുത് എന്ന നിലപാടുള്ള CPI ഇത്തവണ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ലഭിച്ചേ തീരൂ എന്ന വാശിയിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവി വിലയിരുത്താൻ ചേർന്ന CPI-യുടെ ആദ്യ നേതൃയോഗത്തിൽ തന്നെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടണമെന്നും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ലെന്നും തീരുമാനിച്ചിരുന്നു. എന്തായാലും CPM-ഉം CPI-യും തമ്മിലുള്ള ഈ തർക്കം മുറുകിയതോടെ LDF-ന്റെ സംയുക്ത പാർലമെന്ററി പാർട്ടി അഥവാ നിയമസഭാ കക്ഷി യോഗം ചേരാൻ കഴിയാത്ത പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇത്രയും നാളായിട്ടും ഇതുവരെയും LDF-ലെ MLA-മാർക്ക് ഒരുമിച്ചിരുന്ന് ഒരു യോഗം ചേരാൻ കഴിയാത്തത് ഇതിന് പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച തർക്കമാണ്. ഈ നിയമസഭയിലെ നയപ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ഇനി നന്ദിപ്രമേയ ചർച്ചകളാണ്. അപ്പോൾ ചർച്ചയുടെ കാര്യത്തിലൊക്കെ മുന്നണി സംവിധാനത്തെ ഏകോപിപ്പിക്കണമെങ്കിൽ, നിയമസഭാ കക്ഷിയെ ഏകോപിപ്പിക്കണമെങ്കിൽ അതിനൊരു സെക്രട്ടറിയും അതിന് മറ്റ് ഭരണ സംവിധാനങ്ങളും ഒക്കെ വേണം. അത്തരമൊരു തെരഞ്ഞെടുപ്പ് പോലും നടത്താൻ കഴിയാത്ത വിധം, യോഗം ചേരാൻ കഴിയാത്ത വിധം പ്രതിസന്ധി ഉണ്ടാകാൻ കാരണം ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച തർക്കമാണ്. ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം CPI-ക്ക് നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPM. എന്നാൽ അത് കിട്ടിയേ തീരുമെന്ന നിലപാടിൽ CPI നിൽക്കുന്നു. ഈ തർക്കം മുറുകിയതോടെയാണ് സംയുക്ത പാർലമെന്ററി പാർട്ടി യോഗം പോലും വിളിക്കാൻ കഴിയാത്തൊരു അസാധാരണ പ്രതിസന്ധി LDF-ൽ ഉരുണ്ടുകൂടിയിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.